എല്ലാ കൂട്ടുകാരും ഇങ്ങോട്ട് തന്നെ. ഇനിയിപ്പം നമ്മൾ എന്നാ ഉണ്ടാക്കുന്നതെന്നറിയോ? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പം നെല്ലിക്കായുടെ മാങ്ങയുടെ എല്ലാ സീസണാണല്ലോ. ഇഷ്ടംപോലെ നെല്ലിക്ക കിട്ടാനുണ്ട്, മാങ്ങ കിട്ടാനുണ്ട്, കണ്ണിമാങ്ങ കിട്ടാനുണ്ട്. അപ്പം ഞാൻ ഓർത്തിന്ന് ഇച്ചിരി ഉപ്പിലിടാമെന്ന്. നെല്ലിക്ക ഉപ്പിലിടുക, മാങ്ങ ഉപ്പിലിടുക. ഇത് നെല്ലിക്ക 1 കിലോ നെല്ലിക്ക ഉണ്ട്, 1/2 കിലോ മാങ്ങയും ഉണ്ട്. ഉപ്പിലിടാനായിട്ട് തുടങ്ങുക. അതിനായിട്ട് ഒരു ചില്ലു കുപ്പി എടുത്തിട്ടുണ്ട്. ഒരു ശകലം പോലും വെള്ളമില്ലാതെ മാങ്ങായും നെല്ലിക്കായും കുപ്പി നമ്മളെടുക്കുന്ന പിച്ചാത്തി കൈ എല്ലാം നല്ല ഉണങ്ങി ഡ്രൈ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് പൂത്ത് പോകും. അപ്പോൾ ശരി, നമുക്കിത് എങ്ങനെ ഇത് പൂളി എടുക്കുന്നതെന്ന് നോക്കാം. നീളത്തിലായിരുന്നു വേണം ഉപ്പിലിടാൻ. ഇതുപോലെ നീളത്തിലരിയണം. അതുപോലെ എല്ലാ മാങ്ങായും നമുക്ക് അരിഞ്ഞു വെക്കാം. കാന്താരിയാണെങ്കിൽ ഒത്തിരിയും കൂടെ നല്ലതാണ്. പക്ഷേ ഇവിടെ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിലിടാൻ ആവശ്യമായ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം വെള്ളം തിളച്ചു. അതിലോട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുവാണ്. ഒരു 3 സ്പൂണ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അതോടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് മാങ്ങ ഇടുക. നമ്മൾ ഇതിനാവശ്യമായ വെള്ളം തിളപ്പിച്ചു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഈ ഉപ്പിട്ട വെള്ളം തിളപ്പിച്ചത് ഉപ്പിട്ടെന്നുള്ള കാര്യം പറയാൻ മറന്നു. അല്ലെങ്കിൽ എത്ര നെല്ലിക്കായും മാങ്ങായും എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ നെല്ലിക്കായേ ഉള്ളൂ. അതിനാവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചില്ലുകുപ്പി കഴുകി ഉണങ്ങി വെച്ചിരിക്കുക. ഇതിനകത്തോട്ട് ഇത് പെറുക്കിയിടാം. ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നെല്ലിക്കായൊക്കെ കണ്ട നല്ലപോലെ കഴുകി ഉണങ്ങി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. എടുക്കുന്ന സ്പൂണേലും കയ്യേലും പോലും വെള്ളം കാണരുത്. അങ്ങനെ വന്നാൽ പെട്ടെന്ന് മൂപ്പല് പിടിക്കും. ഞങ്ങളൊക്കെ പണ്ടൊക്കെ ഇഷ്ടംപോലെ മാങ്ങയുടെ സീസണാകുമ്പോൾ മാങ്ങയൊക്കെ പല രീതിയിലൊക്കെ അച്ചാറൊക്കെ നോക്കുമായിരുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും അല്ലാതെ ഒക്കെ. ഇപ്പോൾ എല്ലാവരും അച്ചാറൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കല്ലേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും വിനാഗിരിയും കൂടിയാണ് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ഒഴിക്കുകയാണ്. അപ്പോൾ ഉപ്പിൻ്റെ പൊടിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അത് അടിയിൽ കിടക്കും. നമ്മളത് മൊത്തം ഊറ്റരുത്. അടിയിലത്തെ വെള്ളം കണ്ട ഉപ്പിൻ്റെ മട്ട അതിൻ്റെ അടിയിൽ കിടക്കും. ചെളിയൊക്കെ കാണും. കാരണം അത് അടിയിലത്തേത് ഒഴിക്കരുത്. പിന്നെ മുളക്, കാന്താരി ഉള്ളവർ കാന്താരി ഇടുക. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതിപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് മേടിച്ചിട്ടിരിക്കുന്നത്. ഇനി ഇതങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നല്ലപോലെ അലിക്കും. ചെറിയ ചൂടോടുകൂടിയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളം പകുതി ആറി വെള്ളത്തിലാണ്ട് ഒഴിച്ച്. കാരണം ഇവിടെ പിള്ളേരൊന്നും വെച്ചേക്കല്ല. അവർക്ക് എളുപ്പം കഴിക്കണം. അതിന് ചെറിയ ചൂടുവെള്ളത്തിലിടാമെങ്കിൽ പെട്ടെന്ന് അലുത്ത് കിട്ടുമല്ലോ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് മാങ്ങ ഇടാൻ പോവുകയാണ്. നമുക്കിനി അടുത്തായിട്ട് മാങ്ങ ഇടാൻ പോവുകയാണ്. പുളിയുള്ള മാങ്ങയാണ്. വിനാഗിരി കുറച്ചൊഴിച്ചാൽ മതി. പുളിയില്ലെങ്കിൽ കൂടുതൽ ഒഴിക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനിയിപ്പം മാങ്ങ ഇടാൻ പോവാം. ഇങ്ങനെ നമുക്ക് എല്ലാ സാധനവും ഇട്ട് വെക്കാം. പൈനാപ്പിളൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ്. അതുപോലെ ക്യാരറ്റ് എന്താ വേണേലും ഇടാം. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് എല്ലാം ഇടാമല്ലോ. ഇപ്പം ഉപ്പും വിനാഗിരിയും വെള്ളം കൂടി തിളപ്പിച്ച് ആറിച്ച് വെച്ചിരിക്കുന്നത്. ചെറിയ ചൂടുണ്ട്, വലിയ ചൂടില്ല. അത് നമ്മൾ കുപ്പിയിലോട്ട് മാറ്റുവാണ്. കുപ്പി നല്ല ഉണങ്ങിയതായിരിക്കണം. ആവശ്യത്തിനുള്ള മുളക് ഇടുന്നു.
ഈ മാങ്ങ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയിടാം. നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത് എല്ലാം റെഡിയായി. എല്ലാ മക്കളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.